ഡോക്ടർ ബിജു എന്നെ വിളിച്ചിട്ട് കഥ പറയണം എന്ന് പറയുന്നു. ആൻഡ് ഐ റിമെമ്പർ ലിസ്ണിംഗ് ടു ദി സ്ക്രിപ്റ്റ് ഓവർ ദ ഫോൺ. ആൻഡ് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, സാർ ഇത് നമുക്ക് കമേഴ്ഷ്യലി റിലീസ് ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ്. ഇറ്റ് വാസ് ഒരു വൺ ലൈൻ നമ്മളിത് ഫുൾ ഒറ്റയടിക്കിരുന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ത്രില്ലിംഗ് ആയി, എന്നാൽ വളരെ റെലവെൻ്റ് ആയി, സോഷ്യലി റെലവെൻ്റ് ആണ്, എന്നാൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് തന്നെയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ദ ഫാക്ട് ദാറ്റ് ഹീ ഈസ് സച്ച് എ എന്താ പറയുക, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ആക്ടിവിസ്റ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫിലിം മേക്കർ എന്നുള്ളതിനേക്കാളും ഒരു ഫിലിം ആക്ടിവിസ്റ്റും കൂടിയാണ് ബിജു സാറിൻ്റെ സിനിമയിലൂടെ പറയുന്ന കാര്യങ്ങൾ. വളരെ കമ്മിറ്റഡായി, വളരെ ട്രൂത്ത്ഫുള്ളായി പറയുന്ന ഒരു ഡയറക്ടറാണ്. ആൻഡ് ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയാനും എന്നിലൂടെ സാർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിനും ഈ സിനിമയിൽ കൃത്യമായ ഒരു ചാർട്ടുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്, ഒരു റീസൺ ഉണ്ട് ഞാൻ ആ സിനിമയിൽ ഉണ്ടാവുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ ഐ ഹാവ് ബീൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ ക്വൈറ്റ് സം ടൈം നൗ. ഐ തിങ്ക് ഇറ്റ്സ് ബീൻ 8 years. അപ്പം നമ്മൾ ഒരു ബിഗിനിങ് ഫേസിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ലാതെ ഒരു ഫീൽ വരും നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അടുത്ത് ഇനി എന്ത് ചെയ്യണം എന്ന് കൃത്യമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ആയിരുന്നു എനിക്ക് ഡോക്ടർ ബിജു സാറിന്റെ മൂവി ആണെങ്കിലും, ഇപ്പൊ റാണി പത്മിനിയിലാണെങ്കിലും, ഇപ്പൊ ചിറകുടിഞ്ഞ കിനാവുകളാണെങ്കിലും, ഇറ്റ് വാസ് ഡിഫറെന്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസസ് ഫോർ മീ. ആൻഡ് ഇതൊരു ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ അവർക്കും ഇതന്നെയല്ലേ കഴിഞ്ഞ സിനിമയിലും എന്ന് തോന്നരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. എത്രത്തോളം നടക്കുന്നുള്ളതൊക്കെ കണ്ടറിയണം. ഞങ്ങൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി ആ സിനിമയിൽ നടന്ന പോലെ തന്നെ ഒരു ഇൻസിഡന്റ് അത് കഴിഞ്ഞുണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കരുതെന്നാണ് നമ്മൾ സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് ഇങ്ങനൊരു കാലിക പ്രസക്തി ഉണ്ടാവും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആസ് വി സേ, ഒരു നല്ല ഒരു കലാസൃഷ്ടി ചെയ്യേണ്ടത് നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ സൊസൈറ്റീനെയും റിഫ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിക്ക് ഒരു മിറർ കാണിച്ചു കൊടുത്ത് ലുക്ക് അറ്റ് വാട്ട് ഇസ് ഹാപ്പനിങ് അറൗണ്ട് യു എന്ന് പറയാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് അങ്ങനത്തെ സിനിമയുടെ ഭാഗമാവാൻ കഴിയുക എന്നുള്ളത് ബിജു സാർ അതാണ് ഈ സിനിമയിലൂടെ ചെയ്തത്. അത് ഇത്രത്തോളം പ്രസക്തി ഉണ്ടാവുകയും ഇന്ന് നമ്മൾ ആസ് എ സ്റ്റേറ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഇതിന്റെ ശരിയും തെറ്റും മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ സിനിമയിലൂടെ സെല്ലുലോയിഡിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഐ തിങ്ക് ബിജു സാറിന്റെ ഒരു വലിയൊരു നേട്ടം തന്നെയായിരിക്കും. ബിജു സാർ തന്നെ പല സമയത്തായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിതൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതല്ല, ഇത് നമ്മളൊരു കലാപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മളിതൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയല്ല നമ്മൾ ഈ സിനിമയിലൂടെ ചെയ്യുന്നത്. പക്ഷെ ലൈക്ക് ഐ സെഡ് ബിഫോർ, വി ആർ റിഫ്ലെക്ടിങ് സൊസൈറ്റി. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു സെക്കൻഡ് ഒന്ന് നിന്ന് ചിന്തിക്കാനുള്ള ഒരു പോസ് ആയിട്ടാണ് നമ്മൾ ഈ സിനിമയെ പ്രസന്റ് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞ് ആളുകൾ ഒന്നടക്കം എല്ലാവരും മാറും, സിസ്റ്റം ഒന്നടക്കം മാറും എന്നൊന്നും അല്ല നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. പക്ഷെ എന്നാലും ഒരു പോസ്, ഒരു സെക്കൻഡെങ്കിലും ഇതൊരു വലിയൊരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ അല്ലേ, നമ്മളെല്ലാവരും ഇതിന്റെ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഇല്ലേ എന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു സെക്കൻഡിന്റെ ഒരു പോസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ കാണാം. ആൻഡ് ഐ തിങ്ക് വി ആർ ഓൾ റെസ്പോൺസിബിൾ എന്നുള്ളത് എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ഏത് പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് നമ്മളത് കാണുന്നത്, ഇതിന് വേറൊരു പേഴ്സ്പെക്റ്റീവ് ഇല്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിരിക്കാം ഈ സിനിമ. അല്ല, കൃത്യമായിട്ടും പറയേണ്ടതാണ്. നമ്മളൊരു പുലിമുരുകനോ ഒരു വലിയ സിനിമയല്ല. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ല. അത് സത്യം പറഞ്ഞാൽ അത് വേദനാജനകമായ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം, ഇത് കമേഴ്ഷ്യലായിട്ട് തന്നെ എല്ലാവരും കാണും, ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ശരി, അതില്ല, അത് പോട്ടെ. പക്ഷെ എന്നാൽ പോലും മാധ്യമങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങളാണ്. ബട്ട് ഈ സിനിമയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് മീഡിയ തന്നിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബട്ട് അതിലും കൂടുതൽ, ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ സബ്ജക്ട്സും ഇങ്ങനത്തെ സിനിമകളിലും ഡെഫിനറ്റ്ലി മീഡിയയുടെ കയ്യിൽ നിന്നാണ്.
കാരണം നമുക്ക് ഇതിനൊരു പെയ്ഡ് പ്രൊമോഷൻസ് എന്ന് പറയാൻ ഇപ്പോൾ ഒരു പെയ്ഡ് ഓൺലൈൻ പ്രൊമോഷൻസിനോ ഇതിനൊന്നും നമുക്ക് വി ഡോണ്ട് ഹാവ് ദി മണി ഫോർ ദാറ്റ്. ഇറ്റ്സ് എ വെരി സ്മോൾ ഫിലിം. ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്ത് തന്നെ ഒരു 20-25 ആൾക്കാരുടെ ചെറിയൊരു ക്രൂ വെച്ച് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവരും കൂടി ചെറിയൊരു സ്പേസിൽ താമസിച്ച്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഓൾ അതൊന്നും ഞങ്ങൾക്കൊരു പ്രോബ്ലം അല്ല. ബട്ട് we would really ask for your help in promoting the movie in such a way that it at least reaches an audience. At least ആളുകൾക്ക് കാണാൻ വരാനായിട്ട് ഇത് എന്ത് സിനിമയെ കുറിച്ച് എന്താണ് നമ്മളിതിൽ പറയുന്നത്, ഇതിൻ്റെ പ്രസക്തി എന്താണ്, എന്തുകൊണ്ട് നിങ്ങളിത് വന്ന് കാണണം എന്നുള്ളത് മീഡിയ കുറച്ചും കൂടി ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് സഹായകരമാവും ഡെഫിനറ്റ്ലി. ഞങ്ങൾ എൻ്റെ IFFIയും IFFKയിലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ IFFIയിൽ സിനിമ കാണുമ്പോൾ ഹൗസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഒരു മിക്സഡ് ക്രൗഡാണ്, മലയാളികൾ മാത്രമല്ല, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ കൂടിയിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പോൾ അവർ നമ്മൾ സിനിമ കാണുന്നു, വളരെ നല്ല പ്രതികരണമായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് മലയാളികളല്ലാത്ത ഒരുപാട് ആൾക്കാർ, ഒരു ഫിലിം മേക്കേഴ്സ് ഒക്കെ നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കുന്നു. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ തന്നെ ബിജു സാർ പറഞ്ഞു, ഇതല്ല IFFK വിൽ ബി എ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫോർ യു. അപ്പം ഞാൻ എന്നാലും എത്രത്തോളം ആവാമെന്ന് ഞാൻ ആലോചിക്കുന്നു. സോ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യമായിട്ട് എൻ്റെ സിനിമ, ഞാൻ ഋതു ആദ്യമായിട്ട് ഇവിടെ സവിത തിയേറ്ററിലിരുന്ന് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ഒരു സെല്ലുലോയിഡിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. ബട്ട് ടുഡേ വെൻ IFFKയിൽ നമ്മൾ സിനിമയെ തന്നെ നമ്മൾ വേറെ രീതിയിൽ കണ്ടു തുടങ്ങി. നമ്മൾ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ തന്നെ വിലയിരുത്തുന്നതൊക്കെ മാറി. നമ്മളിപ്പോൾ വേറെ രീതിയിലാണ് സിനിമ കാണുന്നത്. അതും ഫുൾ നിലത്തെല്ലാം ആൾക്കാർ നിന്ന് ഒരു സിനിമ മൊത്തം നിന്ന് കാണുകയാണ് ആൾക്കാർ. അതൊരു ബ്യൂട്ടിഫുൾ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയെ അത്രയ്ക്കും വേറെ രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് സിനിമയെ വളരെ സീരിയസ് ആയി കാണുന്ന, വളരെ ബ്യൂട്ടിഫുൾ ആയി അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് ആർട്ട് സിനിമ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഡയലോഗ്സിന് കൈയടിച്ചുകൊണ്ട്, അതായത് ഒരു എന്താ പറയാ, നമ്മൾ ഈ കമേഴ്ഷ്യൽ സിനിമയിൽ പഞ്ച് ഡയലോഗ്സിന് കയ്യടി കിട്ടുന്ന പോലെയാണ് ആൾക്കാർ ഓരോ ഡയലോഗ്സിന് കൈയടിച്ചും ആർപ്പ് വിളിച്ചും നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ബിക്കോസ് നമ്മുടെ കേരളത്തിലത്തെ സോഷ്യൽ ഫൈബർ അങ്ങനെയാണ്, വേറെ ഒരു നാട്ടിലും കാണില്ല. ആളുകൾ ഇത്രയും കൃത്യമായി സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മുടെ. അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു സിനിമേനെ ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ, കൈയടിച്ചുകൊണ്ടും അവർ പറയേണ്ടതാണ് സിനിമയിലൂടെ പറയുന്നത് എന്നുള്ള കൃത്യമായ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്.